വെൽക്കം ബാക്ക് ടു ഗ്രഹ ഹോം സ്റ്റോറീസ് ബൈ HHS ഇൻഫ്രാമാർട്ട്. ഗൃഹനിർമ്മാണ മേഖലയിലെ പുതിയ ട്രെൻഡുകളും അപ്ഡേഷൻസും അറിയാൻ HHS ഇൻഫ്രാമാർട്ട് ഒരുക്കുന്ന ഒരു സീരീസ് ആണ് ഗ്രഹ. നമ്മളിന്നുള്ളത് കായംകുളം രാമപുരത്താണ്. രാമപുരത്തുള്ള അജിത് സാറിൻ്റെയും രാജലക്ഷ്മി മേഡത്തിൻ്റെയും വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമ്മളിനി ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഈ വീടിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഇതിൻ്റെ ബിൽഡേഴ്സ് ടീമിൽ നിന്നും രഘുനാഥ് സാറും അതുപോലെ അജിത് കുമാർ സാറും നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് സാർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ ക്ലയൻറ്റ് വന്നപ്പോൾ ഇവർക്ക് ധാരാളം വെട്ടവും വെളിച്ചവും ഉള്ള ഒരു വീട് എന്നുള്ളൊരു സങ്കല്പമായിട്ടാണ് ഞങ്ങളെ സമീപിച്ചത്, അതായത് ആർക്കി ഡിസൈനേഴ്സിനെ സമീപിച്ചത്. അപ്പം ഞങ്ങൾക്കത് ഒരു പരിധി വരെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ക്ലയൻറ്റിൻ്റെ കുറേ റിക്വയർമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ധാരാളം ജാളീസുകൾ, സീലിങ്, റൂഫിങ്, ഡബിൾ ഹൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇതിപ്പം പെട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ സ്റ്റോറേഡ് വീടാണെന്ന് തോന്നുന്നില്ല. ഒരു 2 ഫ്ലോർ അല്ലെങ്കിൽ ഒരു G+1 ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു സിംഗിൾ ഫ്ലോർ വീടാണല്ലേ. അപ്പം ഇത്രയും ഹൈറ്റ് കൊണ്ടുവന്നതിന് അതൊരു കാരണം ഉണ്ടാവും. മാത്രമല്ല ഇതൊരു ഡിസൈൻ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു നോർമൽ ഡിസൈൻ അല്ല. ഇപ്പോൾ ആളുകൾ കൂടുതലും കണ്ടംപററി ഡിസൈനോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഡിസൈനോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പലതും മിക്സ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാത്തിൻ്റെയും കുറേ ഭാഗങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഒരുപക്ഷെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ഡിസൈൻ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ബിൽഡേഴ്സ് എന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള സജഷനിൽ ഇത് വന്നതായിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലയൻറ്റിൻ്റെ ആദ്യത്തെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റിന് 5 സ്റ്റെപ്പ് വേണം എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള ഒരു ആദ്യത്തെ റിക്വയർമെൻറ്റ്. അതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ, പിന്നെ പൊതുവെ ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അല്പം ഉയർന്നിട്ടാണ്. അത് കാരണം ഫൗണ്ടേഷൻ്റെ ഹൈറ്റും കൂടെ കൂട്ടേണ്ടി വന്നു. പിന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് 5 സ്റ്റെപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹൈറ്റിലാണ്, ഇപ്പോൾ കണ്ടാൽ അറിയാം, നല്ല ഹൈറ്റ്, നോർമൽ വരുന്ന ഒരു ഫൗണ്ടേഷൻ ഹൈറ്റിന് പുറമെ നമുക്ക് നല്ലൊരു ഹൈറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ മെയിനായിട്ട് സിറ്റ് ഔട്ട്, നമ്മളൊരു ഹൈഡഡ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് കാരണം ആ ഒരു L ഷേപ്പിൽ നമ്മൾ ജാളീസ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, നമ്മളിപ്പം വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ. ആ ഒരു നമ്മുടെ ആ മുറ്റത്തുനിന്ന് അകത്തേക്ക് വന്നപ്പോൾ 5 സ്റ്റെപ്പ് സാർ പറഞ്ഞാൽ 5 സ്റ്റെപ്പ്, ഇതൊക്കെ കസ്റ്റമറുടെ റിക്വയർമെന്റ് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. നല്ല 5 സ്റ്റെപ്പ് വേണമെന്നുള്ളത് മെയിനായിട്ടുള്ള ഫസ്റ്റ് റിക്വയർമെന്റ് അതായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി വന്നിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ ഇത്തിരി ഓപ്പൺ സിറ്റ് ഔട്ടല്ല, ഇച്ചിരി ഹൈഡഡ് ആയിട്ട് ഒരു ചെറിയൊരു പ്രൈവസി എങ്കിൽ ഓപ്പൺ കൂടെ ആയിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ജാളി ബ്രിക്സ് ആണ് ത്രൂ ഔട്ട് ഇതിനകത്ത്. അതെ, ജാളി ബ്രിക്സ് ആണ്. ഇവിടെ നോർത്തിൽ നിന്ന് ഒരു വലിയ ട്രെൻഡാണ് ജാളി. അപ്പോൾ ഇപ്പം വളരെ മനോഹരമായിട്ട് പല, ഞങ്ങൾ തന്നെയല്ല, ഒരുപാട് ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സ് എല്ലാം നമ്മളിത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളത് വളരെ ഇതായിട്ട് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ജാളീസ് വലിയ കാറ്റും വെളിച്ചവും ഏറ്റവും കൂടുതൽ പിന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം തന്നെയാണ്. അതെ, നമുക്കൊരു അത്യാവശ്യം വേണ്ട ഒരു പ്രൈവസി തരികയും ചെയ്യും, എന്നാൽ ഓപ്പൺ ആയിട്ടുള്ള കാണാനും ഭംഗിയുള്ളൊരു. വളരെ ഭംഗിയുണ്ട്. അതെ അതെ. പിന്നെ നാച്ചുറൽ ക്ലേ ആണ്. അപ്പോൾ അതിന്റെ പേരിൽ നമുക്കൊരു സുഖവും കൂടെ കിട്ടും. അതെ, ഒരു നാച്ചുറൽ ആയിട്ടൊരു കൂളിംഗ് നമുക്ക് കിട്ടും. ഇവിടെ ആണെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിന് 2 പോർഷനായിട്ട് പറയാനുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു നോർമൽ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ആ വീടിന്റെ ആ ഒരു ഫ്രണ്ട് ഡോറിന്റെ മുൻഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇത് എന്തെങ്കിലും പർപ്പസ്ഫുള്ളി ചെയ്തതാണ്? അതെ, ഇത് നമുക്ക് ലിവിങ് സിറ്റ് ഔട്ട് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ലിവിങ്ങിന്റെ ഒരു പോർഷനായിട്ട് തന്നെ, സിറ്റ് ഔട്ടിന്റെ ഈ പോർഷൻ തൊട്ട് അങ്ങോട്ട് ഒരു ലിവിങ്ങിന്റെ പോർഷനായിട്ട് തന്നെ ഒരു കിട്ടുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതും കൂടെ ജാളി വെച്ചിട്ട് ഒരു പാർട്ടീഷൻ കൂടി ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പോർഷൻ ശരിക്കും ഡബിൾ ഹൈറ്റ് കൊടുത്ത് ലിവിങ്, പിന്നെ
ഈ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് അപ്പുറത്ത് ഒരു ബെഡ്റൂം ഉണ്ട്, ഇപ്പുറത്ത് ലിവിങ്, ഈ ഫ്രണ്ട് സൈഡ് എല്ലാം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ഒഴിവാക്കിയിട്ട് പിന്നെ റൂഫ് ടൈല്, ടാപ്കോയുടെ ഫ്ലാറ്റ് റൂഫ് ടൈല്, അതിനടിയിലായിട്ട് സീലിംഗ് കൂടെ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സീലിംഗ് നമ്മൾ നാച്ചുറൽ ക്ലേയുടെ ഫ്ലാറ്റ് സീലിംഗ് ഓടാണ് ഈ കൂര ഫിനിഷ് കൊണ്ടുവന്നേക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം. അതെ, അത് തന്നെയല്ല, ഇത് നല്ല ഒരു എയർ ഗ്യാപ്പ് ഉണ്ട് ഇതിനിടയ്ക്ക്. അത് കാരണം നല്ല കൂളിംഗ് ഉണ്ടാവും. ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലിപ്പം നല്ല കൂളിംഗ് ആണ്. ഒരു സ്വല്പം പോലും ഏരിയ ആയിട്ട് തന്നെ. അത് തന്നെ ഒരു കാര്യം കണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കുമോ അതോ കുറവായിരിക്കും, അതോ നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു കോസ്റ്റിൽ തന്നെ നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കോസ്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു മറ്റേതിനെ അപേക്ഷിച്ച് ഒരു സ്വല്പം കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഈ ഫ്ലാറ്റോട് ചെയ്യുമ്പോൾ അതിനെ അപേക്ഷിച്ച് വരുമ്പോൾ ഇതിന് കോസ്റ്റ് കുറവായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മുടെ കോൺക്രീറ്റിനെ അപേക്ഷിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡ്രസ് വർക്ക് നമ്മുടെ രൂപത്തിലോട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് രീതി വേണമെങ്കിലും മാത്രമല്ല ഇത്രയും നല്ല ഇതിനകത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു 12 മണി ആ ഒരു സമയത്താണ്. നല്ല ചൂടുണ്ട് പുറത്ത്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ഫാനോ ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ആരും തന്നെ വിയർക്കുന്നുമില്ല, ചൂടൊട്ടും ഫീൽ ചെയ്യുന്നില്ല. ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു തരത്തിലുള്ള ചൂടും ഈ വീടിൽ ഉണ്ടാവില്ല. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് അടുത്ത ഏരിയയിലേക്ക് വരാം. സിറ്റ് ഔട്ട് നമ്മൾ കഴിഞ്ഞു. അതുപോലെ സിറ്റ് ഔട്ടിൽ 2 ഭാഗത്തായിട്ട് ഷൂറാക്ക് ചെയ്തിട്ടുണ്ട്. ഷൂറാക്ക് ഒരു സിറ്റിംഗ് ഏരിയ, സിറ്റിംഗ് സ്പേസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് സിറ്റ് ഔട്ടിൽ നമുക്ക് മറ്റ് കസേരയോ അങ്ങനെയൊന്നും ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതിന്റെ അടിയിൽ, ആ സീറ്റിങ്ങിന്റെ അടിയിൽ ഷൂറാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും സ്പേസും ഷൂറാക്ക് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കാനുള്ള അതുപോലെ സ്പേസ് സൈഡിലായിട്ട് ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിൽ ചെയ്തേക്കുന്ന 160/80 സൈസ് വരുന്ന മാറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ്. ഗ്രേ അപ്പോക്സി ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടെ തന്നെ നമുക്ക് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പും ആ ഒരു ഫസ്റ്റ് ബോർഡർ ഏരിയയും കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ സ്റ്റീൽ ഡോർ തന്നെ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരുന്നു? നമുക്ക് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തടി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല, ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. ഫുള്ളി സ്റ്റീൽ ഡോർസ്, വിൻഡോസ് എല്ലാം. വിൻഡോസും സ്റ്റീൽ തന്നെ, എല്ലാം ഫുള്ളി സ്റ്റീൽഡ് ആണ്. ഇത് ഏത് ബ്രാൻഡിന്റെ? ഇത് നമ്മുടെ ക്യൂറാസ് ആണ്. വുഡൻ ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു ബാർ ഹാൻഡിലാണ് അതിനകത്ത് വന്നേക്കുന്നത്. ജസ്റ്റ് അകത്തേക്ക് വരാം. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റീൽ ഡോറുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും, അതും ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് പലതും കാണുമ്പോൾ കൺഫ്യൂഷനാണ്. സേഫ്റ്റി ഓക്കെയാണോ? സേഫ്റ്റി പക്ക സേഫ്റ്റി അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വുഡൻ ഡോർസ് വെക്കുന്നതിൽ കൂടുതൽ ലോക്കിംഗ് സിസ്റ്റംസും കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഒരേ സമയം 12 ലോക്കാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഉള്ളിൽ ചെയ്യാൻ പറ്റും. കയറി വരുമ്പോൾ അവിടെ ഒരു ബുദ്ധനെയാണ് കാണുന്നത്. ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് ഏരിയയിൽ ജാളി ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സീലിംഗ് ജാളിയാണ് പ്രത്യേകത എന്ന് പറയുന്നത്. സീലിംഗിൽ ജാളി, ഇത് വളരെ അപൂർവം ആൾക്കാർ മാത്രം. അതെ. പണ്ട് നമ്മൾ ഓട് കണ്ടിട്ടുണ്ട്, സീലിംഗിൽ ചെറിയ ഓട് വെച്ചിട്ട് ചെയ്യുന്നത്. സീലിംഗിൽ ഓടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് മാറി, ആ സിസ്റ്റം മാറി. ഇപ്പൊ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഒരു കാരണവശാലും താഴെ വീഴുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ദീർഘനാളം എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തേക്ക് പോലും ഒരു കംപ്ലൈന്റും വരാത്ത ഒരു മെറ്റീരിയലാണ്. പണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സീലിംഗിൽ ഒട്ടിച്ചു വെക്കുകയാണ്. കുറെ നാൾ കഴിയുമ്പോൾ അത് ഇളകി പൊഴിഞ്ഞു വീഴാനൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടാവും. സംബന്ധിച്ച് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നില്ല. ഈ ഒരു ഏരിയ ജസ്റ്റ് എല്ലായിടത്തേക്കും മാറി വരാനുള്ള ഒരു പാസേജ് ഏരിയ കൂടിയായിട്ടാണ് എടുത്തേക്കുന്നത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ഡിസൈനർ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2x2 സൈസിൽ വരുന്ന മൊറോക്കോൺ ടൈലിന്റെ ആ ഒരു ഷെയ്ഡ് വരുന്ന ഡിസൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെയും ഒരുപാട് വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ വിൻഡോ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഫോക്കസ് വരുന്നത് വിഷ്വൽ വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു സെപ്പറേഷനാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അത് കൂടാതെ തന്നെ ഒരു നമ്മുടെ ആ ഒരു ബെൽറ്റ് വരുന്ന ആ ഒരു ലെവലിലൊക്കെ പിന്നെയും നല്ല രീതിയിൽ നാച്ചുറൽ എയറും ലൈറ്റും വരാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് വർക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു. അതെ, നമുക്ക് ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യം ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ ഡബിൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് അവർക്ക് ഡബിൾ സ്റ്റോറി വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നാൽ ഡബിൾ ഹൈറ്റ് തോന്നുകയും വേണം. അപ്പം നമ്മൾ ആ ഒരു രൂപത്തിലോട്ട് ചിന്തിച്ച് വന്നപ്പം പിന്നെ ഇതായിരുന്നു നമ്മുടെ മുൻപിലുള്ള മാർഗം. അങ്ങനെയാണ് നമ്മൾ സീലിങ്ങോട് അകത്തിരുന്നുകൊണ്ട് പുറത്ത് ഡബിൾ ലെയറിൽ
ഫ്ലാറ്റോട്ട് ചെയ്ത് ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. ശരിക്കും പറയുന്നത് 2 ലെയറായിട്ടാണ് 2 ലെയറായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അത് കാരണം ചൂട് വളരെ കുറവായിരിക്കും ഈ വെക്കുന്നതായിരുന്നു. AC വെക്കണ്ടാണ് അതെ അതെ. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയും കൂടി നമുക്ക് പറയുകയാണെങ്കിൽ അവിടെ ഒരു 3 തരത്തിലുള്ള ഒരു പ്രിക്കോഷൻസ് പറയുന്നത്. ഒന്ന് ഓടാണ്. ഓട് പൊതുവെ ഹീറ്റ് അബ്സർവേഷൻ കുറവായിരിക്കും. മാത്രമല്ല നമ്മളിവിടെ 2 ലെയറിലാണ് അത് ചെയ്തേക്കുന്നത് അല്ലേ. ഒരു ബോട്ടം ലെവലിൽ ഒരു ലെയർ ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ തന്നെ മുകളിൽ അടുത്തൊരു ലെയർ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തെർമൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു റൂഫിംഗ് തന്നെയാണ് വന്നേക്കുന്നത്. മാത്രമല്ല ഡബിൾ ഹൈറ്റ് ആണ്. പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വാളിൽ ജാളി വെക്കുക. അതെ, സാധാരണ വാളിൽ ജാളി അധികം കാണാത്ത സാധനമാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ജാളിയാണ്, വിയറ്റ്നാമിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ വാളിൽ അത് നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത കാരണം ചൂട് കുറയാൻ വളരെ സാധ്യതയുണ്ട്. കാറ്റും വെളിച്ചവും വളരെ ധാരാളമായിട്ട് നമ്മുടെ റൂമിൽ ഇത്രയും വലിയൊരു വെന്റിലേഷൻ ആയിട്ട് തന്നെയാണ് അത് പ്രവർത്തിക്കുക. ആ ഒരു ഏരിയ നിൽക്കുക. അതെ അതെ, ഇത്രയും വലിയൊരു വെന്റിലേഷനായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളിവിടെ ജാളീസ് വെച്ചിട്ടുണ്ട്. എയർ സർക്കുലേഷനും അതെ ക്ലിയർ ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് അതിനുവേണ്ടി മാത്രമാണ് ആ രൂപത്തിൽ ചെയ്ത്. അത് തന്നെയല്ല, നമുക്ക് അതൊരു ഫാമിലി ലിവിംഗ് ആണ്. ഇത് നമ്മുടെ ഫോർമൽ ലിവിംഗ്. പിന്നെ അതിനപ്പുറത്ത് കാണുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങേ എൻഡിൽ ഡൈനിങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് മുറ്റം വരെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു സീ ത്രൂ ആണ് ത്രൂ ഔട്ട്. അതേപോലെ തന്നെ നമുക്ക് കാറ്റും വെളിച്ചവും ഇതേ രീതിയിൽ തന്നെ കയറി വരികയും ചെയ്യും. നല്ല ലൈറ്റ് ഉണ്ടാവും, എയർ ഉണ്ടാവും. മാത്രമല്ല നല്ല രീതിയിൽ ഒരു ഓപ്പൺ കോൺസെപ്റ്റിൽ അതെ കാണാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അതെ. മുകളിലത്തെ ഈ ജാളിയുടെ കേസും അതേപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോട്ട് എയർ ഒക്കെ പോകുന്നത് ടോപ്പിൽ നിന്നാണ്. അതെ. പിന്നെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് വായു ഉള്ളിലേക്ക് കയറും. ഹോട്ട് എയർ പോകുന്നത് പുറത്തുകൂടെയാണ്. അത് കാരണം നമ്മുടെ റൂമിൽ ഒട്ടും ഇതുണ്ടാകുന്നില്ല. നമ്മൾ ഒരു റൂംസിലും AC പോയിന്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു വാള് ത്രൂ ഔട്ട് ജാളി തന്നെയല്ലേ? അതെ, ജാളി തന്നെയാണ്. ജാളി നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. ടെറാക്കോട്ട ജാളി തന്നെയാണ്. റെഡ് കളറായിരുന്നു, അത് വൈറ്റ് കളർ കൊടുത്തതാണ്. ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ടോ? അതോ ജാളി മാത്രം? ജാളി മാത്രം. സ്ട്രോങ് ആയിരിക്കും അങ്ങനെ ചെയ്ത്? സ്ട്രോങ് ആണ്. ഓക്കെ. അപ്പൊ ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ജാലി എല്ലായിടവും മസ്റ്റ് ആണല്ലേ? നെക്സ്റ്റ് നമുക്ക് ഫാമിലി ലിവിംഗിലേക്ക് വരാം. നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് വരാം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഫോയർ ഏരിയയിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 3 സിമെന്റ് ടെക്സ്റ്റർ ആണ് ചെയ്തേക്കുന്നത്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ചെയ്തിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഗ്രൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് അതിൽ ക്ലിയർ കോട്ട് ചെയ്തേക്കാണ്. ഇതിൽ വേറെ ഒന്നും ചെയ്ത് നമ്മൾ ആ ഒരു സിമെന്റ് ടെക്സ്ചർ ആണ് ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഒറിജിനൽ സിമെന്റ് ടെക്സ്റ്റർ ആണ്. ഒറിജിനൽ സിമെന്റ് ടെക്സ്ചർ ആണ്. വേറെ ഒന്നും നമ്മൾ അതിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ കയറി വരുന്ന ഭാഗത്ത് ഒരു ഓൾ സെപ്പറേഷൻ ഒക്കെ വന്നത് ഇത് വുഡാണോ അതോ വേറെ എന്തെങ്കിലും വർക്കാണോ? അല്ല, ഇത് നമ്മൾ പ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിൽ മൈക്ക ചെയ്തേക്കണം. നമ്മുടെ ഇന്റീരിയറിന്റെ ഭാഗമായിട്ട് എടുത്തതാണ്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് TV ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വാഷ് കൗണ്ടർ, പിന്നെ ചെറിയ കുറച്ച് സിറ്റിംഗ് സ്പേസും വരും. ഇവിടെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ഒരു സെന്റർ പോയിന്റ് എന്ന് വേണേൽ പറയാൻ പറ്റില്ല. ഏറ്റവും ഒത്ത നടുക്ക് ഭാഗമാണ്. ഇവിടെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. വീടിന്റെ ആ ഒരു എൻഡ് കാണാൻ പറ്റും, മുറ്റം കാണാൻ പറ്റും. എല്ലാം ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ്. ഇത് നല്ല രീതിയിൽ നമുക്ക് കാറ്റും വെളിച്ചവും ഇവിടെ നിന്നാലും കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഈ വീടിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ഈ വീട് ഇഷ്ടപ്പെടാൻ പലർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെർട്ടർ ഏരിയ ആണ്. നമുക്ക് ഇൻവെർട്ടർ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിൽ അത് നമ്മൾ ഹൈഡ് ചെയ്യണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം എന്റെ ബാറ്ററി കാര്യങ്ങളെല്ലാം ഉള്ളിൽ വരും. എല്ലാം ഓപ്പറേഷൻസിന് വേണ്ട കാര്യങ്ങൾ മാത്രം ടോപ്പിൽ വരുന്ന രീതി ചെയ്യുന്നു. ഇവിടെ നമുക്ക് സിമെന്റ് ടെക്സ്റ്റർ തന്നെയാണ്. ആ ഒരു സെയിം ഒരു സിമെന്റ് ഫിനിഷ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെ മിനിമലായിട്ട് ഇത് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് താഴെ 2 ഓപ്പൺ സ്പേസ്, സൈഡിലും 2 പ്ലൈവുഡിൽ തന്നെ ലാമിനേറ്റ് ചെയ്ത് പ്ലൈയിൽ തന്നെ എല്ലാം ചെയ്തിരിക്കുക. നമ്മൾ സാധാരണ വീടിന്റെ ഡീറ്റെയിൽ പറയുമ്പോൾ ആദ്യമേ പറയുന്ന കുറച്ച് കാര്യം നമ്മളിവിടെ അത് പറയാൻ വിട്ടുമായിരുന്നു. ഈ വീട് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്? ഇത് ഈ ഏരിയ വന്നിട്ട് ഒരു 1567 സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ്. ശരിക്കും കണ്ടോ അതിൽ വലുത് ഒരു 10,000-2000 സ്ക്വയർ ഫീറ്റ് ഏരിയകളും ഫീൽ ചെയ്യുന്നുണ്ട്. ബെഡ്റൂം 3 ബെഡ്റൂം അല്ലേ? 3 ബെഡ്റൂം. നമുക്കിനി മാസ്റ്റർ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഇപ്പൊ ഇതിന്റെ ഡോർ ഫ്രെയിം ചെയ്തേക്കുന്നത് സ്റ്റീലാണ്. അതെ, സ്റ്റീലിന്റെ ഫ്രെയിമാണ്. ഷട്ടർ വന്നിട്ട് നമുക്ക് WPCയുടെ ബോർഡാണ് ഉപയോഗിച്ചേക്കുന്നത്. WPC ബോർഡ് എടുത്തിട്ട് നമ്മൾ ലാമിനേറ്റ് ലാമിനേഷൻ ചെയ്തേക്കാണ്. അതെ അതെ. ഇതൊരു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 2 കളർ ഷെയ്ഡിലുള്ള മൈക്രോ ലാമിനേഷൻ ചെയ്തെടുത്തേക്കാണ്. അതെ. നമ്മൾ ഈ വീട്ടിൽ എൻറ്റയർ ഈ ഇന്റീരിയറിൽ ഫുള്ള് ഈ ഒരു തീമാണ് ചെയ്തേക്കുന്നത്. വാർഡ്രോബ് ഏരിയയിൽ ഇതിന്റെ ഒരു മാച്ചിങ് ആയിട്ട് തന്നെയാണ്. ഒരു ആർച്ച് തീം
ആ ഒരു അതുപോലെ ഹാൻഡിലും വന്നേക്കുന്നത് അതിന്റെ ആ ഒരു WPCയുടെ ആ ഒരു പീസ് വെച്ചിട്ട് ചെയ്തെടുത്തേക്ക്. ഹാൻഡില് നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ്. ഇത് ആ ഒരു ആർച്ച് തീമിൽ തന്നെ. ഇതെല്ലാം നമ്മുടെ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ചെയ്ത വർക്കുകൾ തന്നെയല്ലേ? അതെ അതെ, എല്ലാം നമ്മളാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ വീടിന്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് വ്യൂ വരുന്ന രീതിയിലുള്ള വിൻഡോ ആണ്. സ്റ്റീൽ വിൻഡോ ആണ്. ഇത് ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഇത് നമ്മൾ ബ്രിക്ക് വർക്കിന്റെ സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള വിൻഡോ ആണോ അതോ ലാസ്റ്റ് ആണോ ഇതിന്റെ ഫിക്സിംഗ്? അല്ല, ഇത് ബ്രിക്ക് വർക്കിന്റെ സ്റ്റേജിൽ തന്നെ നോർമലി വുഡൻ ഇത് വെക്കുന്ന പോലെ തന്നെ വെച്ച് ചെയ്തു വരുന്നതാണ്. പിന്നെ ഇതിന്റെ ടോപ്പിൽ വന്നിട്ട് ഈ ബെൽറ്റ് കോൺക്രീറ്റ് ടൈമിൽ ആ കോൺക്രീറ്റ് ഫുള്ള് ആ ഒരു മുകളത്തെ ആ ഒരു ചാനലുണ്ടല്ലോ, അതിൽ നന്നായിട്ട് കോൺക്രീറ്റ് ഫില്ലായിട്ട് അത് നല്ല സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കും. അതിന്റെ ഗ്യാപ്പിലേക്ക് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഇറങ്ങിയിട്ട്, അതുപോലെ തന്നെ സൈഡും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്താണ് ബ്രിക്ക് വർക്ക് ടൈമിൽ തന്നെ അത് ചെയ്തു വരുന്നത്. അല്ല, പലപ്പോഴും ഈ ആളുകൾക്ക് ഒരു ടെൻഷനാണ്, ഇത് നമ്മൾ അത്രയും ഭാഗം ഏരിയ ഒഴിച്ചിട്ടിട്ടായിരിക്കും ചെയ്യുന്നത്, പിന്നീട് കൊണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ പൊള്ളയായിട്ടായിരിക്കും ഉണ്ടാകും. അതെ അതെ. അപ്പോൾ ഒരു ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഒരു സൗണ്ട്, ഒരു മെറ്റൽ സൗണ്ട് ഫീൽ ചെയ്യും. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അത്ര ഒരു ഫീൽ വരുന്നില്ല. നമ്മൾ ബെഡ്റൂംസിലും ഇതേപോലെ തന്നെ ഫുള്ളി ജാളിയാണ്. നോർമലി സാധാരണ എല്ലാവരും 4-5 എയർ ഹോൾ കൊടുക്കുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റ് മാത്രമേ. അതെ, നന്നായിട്ടൊരു അതെ. അത് കാരണം നമ്മൾ AC പോയിന്റോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഈ ബെഡ്റൂം നോക്കുമ്പോൾ നമ്മൾ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ ഒരു കളർ തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യാസം, ഇത് ഡബിൾ ഹൈറ്റിലല്ല, അതേ രീതിയിൽ തന്നെ ആ ഒരു ജാലിബ്രിക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു വെന്റിലേഷൻ സിസ്റ്റവും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയുള്ള ബെഡ്റൂം തന്നെയാണിത്. ഓക്കെ, നമുക്കിനി അടുത്ത ബെഡ്റൂം കൂടെ കാണാം. ഓക്കെ, നമ്മളിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഈ ബെഡ്റൂം ആ ഒരു സെയിം കളർ തീമിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മളെ കണ്ട മാസ്റ്റർ ബെഡ്റൂം പോലെ സെക്കൻഡ് ബെഡ്റൂം പോലെയും തന്നെയാണ് എല്ലാം. അതെ, ഇതെല്ലാം WPCയിലാണ് വന്നേക്കുന്നത് അതോ ഇത് പ്ലൈയിലാണ് ചെയ്തേക്കുന്നത്? WPC അല്ല, നമ്മളെ മെയിൻ ഷട്ടർ മാത്രമേ ഉള്ളൂ. ഡോർ ഷട്ടർ മാത്രം WPC ചെയ്തിട്ട് അതെ അതെ മൈക്ക ലാമിനേഷൻ വന്നേ. അതെ, ഇതും ഈ ഒരു ബെഡ്റൂമും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തത്. ഈ ഡബിൾ ഹൈറ്റിൽ വന്നിടത്തെല്ലാം റൂഫിങ് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ ഡബിൾ ലെയർ സീലിംഗ് അല്ലെങ്കിൽ റൂഫിംഗ് സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത്. അതെല്ലാം റൂഫിംഗ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഇത്രയും കണ്ടു. വീടിന്റെ ഡൈനിങ് ഏരിയ കണ്ടില്ല. ഡൈനിങ് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായി. വാഷ് ഏരിയ ഈ ഭാഗത്ത് ചെയ്തേക്കുന്നു. വാഷ് ഏരിയ നമ്മൾ സാധാരണ വാഷ് ബേസ് എന്ന് പറയുമ്പോൾ വൈറ്റ് കളറിലാണ് കൂടുതൽ ആളുകളും ചെയ്തേക്കുന്നത്. ഇത് പക്ഷേ ബ്ലാക്ക് തീമിലാണ് ചെയ്തേക്കുന്നത്. എന്തെങ്കിലും പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണ്? അല്ല, ഇവിടുത്തെ നമ്മുടെ എല്ലാ സാനിറ്ററി ഐറ്റംസും ഒരു ബ്ലാക്ക് തീമിലാണ് ചെയ്തേക്കുന്നത്. ക്ലോസറ്റ് ആയാലും ഇവിടുത്തെ വാഷ് ബേസിനായാലും പിന്നെ ഈ വാഷ് ബേസിന് ഇതെല്ലാം നമ്മൾ ആ ഒരു പർപ്പസ്ഫുള്ളി ആ ബ്ലാക്ക് വേണം എന്നുള്ള ഒരു ഇത് റിക്വയർമെൻറ്റും കൂടാണ്. എല്ലാ നമ്മുടെ ഡോർസിനും കബോർഡ് ഡോർസിനും എല്ലാത്തിനും ഈ ഒരു തീമാണ് നമ്മൾ ആർച്ച് തീം ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വോൾ ഫുള്ളി ഒന്ന് കവേർഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ചെറിയൊരു വാഷ് ഏരിയ മാത്രമാകുമ്പോൾ ഒരു ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗി അവിടെ ഉണ്ടാവില്ല. മാത്രമല്ല മിറർ ചെയ്തേക്കുന്നതും ഈ ഒരു ഡിസൈനുമായിട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ നമുക്കൊരു മുകളിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് വരുന്ന കോട്ടിയാടാണ്. കോട്ടിയാടെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഇതേലും സെയിം ജാളി തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചം കൂടുതലായിട്ട് കയറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലാണ് അതിന്റെ ടോപ്പിലെ ടഫൻ ഗ്ലാസ് ആണ് വന്നേക്കുന്നത്. ടഫൻ ഗ്ലാസ് അല്ല, പോളികാർബണേറ്റ് ഷീറ്റാണ് ചെയ്തേക്കുന്നത്. ഫോർമം പ്ലെയിൻ ഷീറ്റ് എന്നിട്ട് ഇവിടെ സീലിംഗ് ചെയ്തത് രസമുണ്ട് കേട്ടോ കാണാൻ. ഫ്ലോറിലേക്ക് നമ്മുടെ ഈ ഇവിടെ വന്നെങ്കിൽ ഇത്രയും ഭാഗത്ത് ആ ഒരു ടൈലും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ജാലിയുടെ ഉള്ളിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ടൈലിലേക്ക് വരുമ്പോഴത്തേക്ക് ഷെയ്ഡിലൊരു വ്യത്യസ്തതയും ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടിലിപ്പോൾ നമുക്ക് 2 കിച്ചണാണ് ഉള്ളത്. ഇതിപ്പം വീടിന്റെ മോഡുലാർ കിച്ചൺ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന കിച്ചണാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടതാണ് മോളിൽ കാണുന്ന ആ ഒരു ഗ്രില്ലോട് കൂടിയിട്ടുള്ളൊരു ഗ്ലാസ് പാർട്ടീഷനാണ്. അതെന്താണ് അങ്ങനെ ചെയ്തേക്കുന്നത്? നമ്മുടെ ഇതിനകത്തേക്ക് അതായത് നാച്ചുറൽ ലൈറ്റ്, അത് കുക്ക് ചെയ്യുന്ന ടൈമിൽ പോലും ലൈറ്റ് ഇടരുത് എന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ് അതിന് പർപ്പസ്ഫുള്ളി ചെയ്തതാണ് നമ്മൾ ആ ഒരു ഫുള്ളി ഗ്രിൽഡായിട്ട് ഗ്ലാസ് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ. അതുപോലെ തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട്.
ഇവിടുത്തെ താഴത്തെ വിൻഡോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്മോൾ സൈസ് വിൻഡോ ആണ് കൊടുത്തേക്കുന്നത്. കാരണം നോർമലി ഇപ്പോൾ എല്ലാവരും ലാർജ് സൈസ് വിൻഡോ കൊടുക്കുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് മുകളിലത്തെ ആ ഒരു ക്യാബിനറ്റിന്റെ സ്പേസ് വെക്കാൻ പറ്റത്തില്ല. അതെ, ഇതിപ്പോ ഈ ഒരു ഹൈറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ എന്താ മുകളിൽ അത്രയും ക്യാബിൻസ് കിച്ചൺ ക്യാബിനറ്റ് അത്രയും ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരി, നമ്മളിപ്പോൾ വീടിന്റെ ഒരു പോർഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തൊരു പോർഷനിലേക്കുള്ള ഭാഗമാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞത് എന്താണെന്നുള്ളത് അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അത് നോക്കാം നമുക്ക്. അതിനിടയ്ക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഇവിടെ ഒരു ഷട്ടർ വന്നിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ വീട് ഈ ഒരു പോർഷൻ ഫുള്ള് നമുക്ക് ഫാമിലി ലിവിങ് വരെയേ ഉള്ളൂ. നമ്മുടെ ഡൈനിങ് സ്പേസിൽ അതാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് അതിനോട് ചേർന്നൊരു കിച്ചണും വർക്കിംഗ് കിച്ചൺ ആക്ച്വലി അതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ, പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ആ കാണുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഈ കിച്ചണിൽ എന്താ അധികം ഇതാകാതിരിക്കുകയും അഴുക്കാകാതിരിക്കുകയും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ആ സാധനം കംപ്ലീറ്റ്ലി പുറത്തോട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ വേറെയും ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട്, വർക്കിംഗ് കിച്ചൺ സെപ്പറേറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇത്രയും ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് അതും കൂടി ഒന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതും ഇതും അത് ഇതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഇവിടെ വലിയ പാർട്ടീഷൻ, വോള് അങ്ങനത്തെ വലിയതായിട്ടുള്ള പാർട്ടീഷൻ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കാരണം ഇത് ഒറ്റ ഒരു വീടിന്റെ ഭാഗം തന്നെയാണ്, ഒരു വീടിന്റെ ഭാഗമാക്കി മാറ്റി. അതെ, ഇത് നമ്മൾ 10 mm ടഫ് ആൻഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള സെപ്പറേഷൻ ആണ്. ഇത് UPVC ആണോ അലൂമിനിയം ആണോ? ഇത് അൾജീരിയൻ ആണ്, അൾജീരിയൻ മെറ്റീരിയൽ. അലൂമിനിയം ആണ്, അൾജീരിയൻ വിൻഡോ. അലൂമിനിയം തന്നെ വേറൊരു വെറൈറ്റി. അതെ അതെ, സ്ലൈഡിങ്ങിലാണ് ചെയ്തേക്കുന്നത്. 10 mm ടഫ് ആൻഡ് ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്തൊക്കെയാണ്. അതായത് നമ്മുടെ വീടിന്റെ ഇന്റീരിയറിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ബ്രിഡ്ജ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഇത് നമ്മൾ ഡൈനിങ്ങിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാമ്പ് നമ്മൾ ആദ്യം ഇത് ഡിസൈൻ ചെയ്തിരുന്നതാണ്, നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതാണ്. അതെ, രണ്ടാമത് പുറത്തുള്ള ഒരു ഡൈനിങ്ങും കിച്ചണും കൂടെ നമ്മളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റാമ്പ്. അവിടുന്ന് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് കയറാൻ മുകളിൽ 2 ഫ്ലാറ്റ് റൂഫുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അവിടെ അതിൻ്റെ മുകൾ വശവും ഒരു എന്താ റൂമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട് ഹൗസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അവിടെയും അതിനുള്ള പ്രൊവിഷനും ശരിക്കും വീടിന്റെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കണ്ട വീടിന്റെ ഹൈറ്റ്, എനിക്ക് ആദ്യം അത്രയും ഹൈറ്റ് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നത്. പക്ഷെ ആ ഹൈറ്റിന്റെ പ്രത്യേകത എനിക്ക് ഇവിടെ വന്നപ്പോൾ ശരിക്കും അത് ഗുണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ഈ ഹൈറ്റിൽ വീട് ചെയ്താലേ പറ്റും. അങ്ങനെ ഒരു ബ്രിഡ്ജ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നാലേ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഈ പുറത്തുള്ള ഒരു വർക്ക് ഏരിയ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു ഡൈനിങ് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്ന് ഇവിടേക്ക് വരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ ഒരു സാർ പറഞ്ഞ റാമ്പ് ഏരിയ തന്നെ റാമ്പ് കൊണ്ടുവന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ നിന്നെല്ലാം നമുക്ക് ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി പ്രൊവിഷൻ കൊടുക്കും. ലാൻഡ്സ്കേപ്പിംഗിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അതെ, അതും കൂടെ ആയാലേ കംപ്ലീറ്റ് ആകും. അപ്പൊ ഇത് കുറെ കൂടെ ഭംഗിയാകും, നന്നായിട്ട് ഒരു റിസോർട്ട് ഫീൽ ആണ്. അതെ 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 അതെ. ഇതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള നല്ല കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്, അതിൽ നിന്നും ഓപ്പൺ ആണ്. അതെ, അതുപോലെ ഇതിന്റെ റൂഫിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ ഓട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു ഫീല് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇവിടെ എന്താണ് ഇവിടെ ഒരു ചെറിയ എന്തോ ഒരു സ്പേസ് പോലെ. ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൗണ്ടേഷൻ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫൗണ്ടേഷൻ ഹൈറ്റിൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ താഴോട്ട് ഒരു സെല്ലാറ് പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റോറേജ് സ്പേസ്, നമ്മുടെ ഒരു വീടിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റോറേജ് സ്പേസ്. കാരണം നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണത്. കാരണം എന്ത് സാധനം കിട്ടിയാലും കളയാതെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കും. അതെല്ലാം ഡംപ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡംപ് ചെയ്താൽ നമ്മുടെ വീട് വൃത്തിയായിട്ട് കിടക്കും എന്നുള്ളതാണ്. നമ്മുടെ ഈ ഡൈനിങ് ഏരിയയും കിച്ചൺ ഏരിയയും ഇത്രയും ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിന്റെ അടിയിൽ. ഇവിടുന്നും ഇതിന് ഓപ്പണിംഗ് ഉണ്ട്, ഇറങ്ങാൻ പറ്റും. അപ്പുറത്തുനിന്നും പുറത്തൂടെയും ആക്സസ് ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കാമോ? പിന്നെന്താ, അത്രയും ഡെപ്ത് ഉണ്ടല്ലേ? അത്രയും ഡെപ്തിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ആ വീടിന്റെ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു വാട്ടർ ലെവൽ തന്നെയാണ് ഫൗണ്ടേഷൻ.
അപ്പോൾ ഇതൊക്കെ ആളുകൾ ചിലപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് ആയിട്ടൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ചിലവ് നോർമലിൽ നിന്ന് വലിയ വ്യത്യാസം വരും? വലിയ വ്യത്യാസം വരത്തില്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകൾ ആളുകൾക്ക് പലർക്കും അഡോപ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. അപ്പോഴൊക്കെ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഇതിന്റെ കോസ്റ്റ് എന്തോരം ഉണ്ടാവും. എന്തായാലും കോസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്ന ഉറപ്പാണ്. കുറച്ച് കൂടും, വലിയ വ്യത്യാസമില്ല. നമ്മുടെ ഇതിന്റെ ആവശ്യം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ തുക ഭീമമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇതിന്റെ ആവശ്യകത അത്രയുണ്ട്. ശരി, ഇവിടെ ഫ്ലോറിൽ ചെയ്തേക്കുന്ന ഒരു എന്താ പറയുക, ഈ ഒരു വുഡിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു 4x2 ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മുന്നേ കണ്ട ആ ഒരു ഡിസൈനിലുള്ള 2x2 ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൊറോക്കൻ ഡിസൈനുള്ള ടൈലും കൂടെ വന്നിട്ടുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വീടിന്റെ വർക്കിംഗ് കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് സ്റ്റീലിന്റെ വിൻഡോസ് തന്നെയാണോ? അതെ, ഇതും സ്റ്റീലിന്റെ വിൻഡോസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ ഒരു ഓപ്പൺ ടെറസ് ഏരിയയുടെ ഒരു ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഇതിന് മുകളിലോട്ട് ഇനിയും ഏരിയ ഉണ്ട്. ശരി, ഇവിടുന്ന് നോക്കുമ്പോൾ വീടിന്റെ ആ ഫ്രണ്ടിൽ ആ കൂരയൊക്കെ നല്ല ഭംഗിയിൽ കാണാം. അപ്പം മേളിൽ കയറി നിന്നാലും കാണാൻ ഭംഗിയുണ്ട് വീടിന്. ഇനി ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു ഗ്രില്ല് ചെയ്തേക്കുന്നത്? ഗ്രില്ല് ശരിക്കും പറഞ്ഞാൽ ഇത് നാച്ചുറൽ ബോർഡ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തെങ്ങുണ്ട്. തെങ്ങേ ഉള്ളൂ. അപ്പം അത് കളയാൻ താല്പര്യമില്ല. അത് തന്നെയല്ല, നല്ല വിരിച്ചിലുള്ള തെങ്ങാണ്. അപ്പം അത് തേങ്ങ വീണാല് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് ഈ ടാങ്കും പ്രത്യേകതയുള്ളതാണ്. അതെ അതെ, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടിആർ വാട്ടർ ടാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടാങ്ക് തന്നെയാണ്. നോർമലി എല്ലാവരും PVC, ഇപ്പോഴും വലിയ വലിയ വീടുകൾ വെക്കുന്നവർ പോലും നോർമലി PVC 3 ലെയർ 4 ലെയർ PVC ടാങ്കുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടിആർയുടെ നമ്മുടെ SS-ന്റെ ടാങ്കാണ്. ഇതിപ്പോൾ നമുക്കൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടാങ്കാണ്. മറ്റുള്ളവർ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വലിയ സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുന്നവർ പോലും PVC ടാങ്കുകളാണ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് എന്തുകൊണ്ട് മാറി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇത് അല്പം മറ്റേ PVC ടാങ്കുകളിൽ നിന്നും അല്പം റേറ്റ് കൂടുതലാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് മെറ്റീരിയലാണ് SS. മറ്റ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. എല്ലായിടവും PVC ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല ഈ വീടിന്റെ എവിടെയും സ്റ്റീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ കൂടി തന്നെ ആയിരിക്കും വാട്ടർ ടാങ്കും സ്റ്റീൽ ആക്കിയിരിക്കുന്നത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയയും കൂടി നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് സ്ട്രക്ചറിൽ. ഈ ഒരു ഹൈറ്റിൽ അത് വാട്ടർ പ്രഷറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു ഹൈറ്റിൽ അതിന് വേണ്ടി തന്നെയാണ്. നമ്മൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അജിത് സാറും രാജലക്ഷ്മി മാഡം. മോന്റെ പേരെന്തായിരുന്നു? ദേവനാരായണൻ. ഓക്കെ, എങ്ങനെയാണ് ഈ വർക്കിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ? ഈ വീടിന്റെ എൻ്റയർ കാര്യങ്ങളും ആർക്കി ഡിസൈനേഴ്സ് ആണ് ചെയ്തത്. അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം മുതൽ ആ വീടിൻ്റെ ഒരു ഫിനിഷിംഗ് വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറയാം. ഞങ്ങൾക്കൊരു വീട് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനും വൈഫും ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു പ്രാഥമികമായ രീതി എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച നടത്തി. അപ്പം എന്നിട്ട് ഞങ്ങൾ ആർക്കി ഡിസൈനേഴ്സ് സമീപിക്കുകയായിരുന്നു. വൈഫ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമാണ് ഈ ആർക്കി ഡിസൈനേഴ്സ്. അങ്ങനെയാണ് നമ്മൾ ആർക്കി ഡിസൈനേഴ്സിനെ സമീപിക്കുന്നത്. അപ്പം നമ്മുടെ കൺസെപ്റ്റിനെ കുറിച്ച് അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവരതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഈ ഹൈറ്റ്, ഫൗണ്ടേഷൻ ഹൈറ്റ് വേണം, പിന്നെ നമുക്ക് ജാളി, അതുപോലെ ഡബിൾ ഹൈറ്റ് വേണം, ഇങ്ങനെയുള്ള സജഷൻസ് അവർ നമ്മൾ. അതുപോലെ വെളിച്ചവും എയറും കാറ്റും നമുക്ക് ഇഷ്ടം പോലെ ലഭിക്കണം എന്ന് പറയും. പക്ഷെ അവരത് അതിലും ഭംഗിയായിട്ട് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഭംഗിയായ രീതിയിൽ അവരത് നമുക്ക് ചെയ്തു തന്നു. വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ്. അതെ അതെ, എല്ലാം നല്ല നല്ല രീതിയിലാണ് അവർ നമുക്ക് ചെയ്തത്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒത്തിരി മുകളിലാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. വളരെ സന്തോഷം. നല്ല വർക്കായിരുന്നു. കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാം ഭംഗിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിൽ വന്നേക്കുന്ന പ്രോഡക്റ്റുകളിൽ പലതും HHOIS ഇൻഫ്രാമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. അതെ അതെ, ബിൽഡേഴ്സ് ടീമിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് രണ്ടു കൂട്ടരും പർച്ചേസ് അവിടെ നിന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒരു അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീടൊന്നും തന്നെയല്ല, നമ്മൾ വയ്ക്കുന്ന എല്ലാ വീടിൻ്റെയും ഏതാണ്ട് 98% മെറ്റീരിയൽ പർച്ചേസിങ് നമ്മൾ HHOIS തന്നെയാണ്. അതായത് ഈ എംസാൻഡ് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒഴികെ ബാക്കി 98% നമ്മൾ പർച്ചേസിങ്ങും HHOIS തന്നെ. മറ്റൊന്നും കൊണ്ടല്ല,
ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ക്വാളിറ്റി, പിന്നെ സർവീസ്, ഒരു കൃത്യനിഷ്ഠത, വിശ്വാസ്യതയുണ്ട്. നമുക്ക് വിശ്വസിച്ച് നമുക്ക് പ്രോഡക്റ്റ്സ് വാങ്ങാൻ പറ്റും. അതിൽ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും സർവീസ് കാര്യങ്ങൾ നല്ല സർവീസാണ് അവിടുത്തേത്. അത് തന്നെയല്ല, എത്രയും പെട്ടെന്നുള്ള ഫാസ്റ്റ് സർവീസാണ്. അതാണ് മെയിനായിട്ട്. നമ്മുടെ എല്ലാ പിന്നെ കൺസ്ട്രക്ഷനും, നമ്മുടെ എല്ലാ വീടിനും അവിടുന്ന് തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തുകൊണ്ട്. ഈ വീട്ടിലെയും ഏതാണ്ട് 98% മെറ്റീരിയൽ പർച്ചേസിങ്ങും അവിടുന്ന് തന്നെയായിരുന്നു. നമ്മുടെ വീട് എന്ന സങ്കല്പം എല്ലാവരുടെയും പോലെ തന്നെ നമ്മുടെ മനസ്സിലും വീട് എന്നുള്ള ഒരു സങ്കല്പം ഉടലെടുത്ത് അന്നേരം ഞാൻ RB ഏജൻസീസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ RB ആയിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വീട് വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് അത്യാവശ്യം മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് അവരുടെയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ രീതിയിൽ അതിനെക്കാട്ടിലും മനോഹരമായിട്ട് അവരത് നമുക്ക് ചെയ്തു തന്നു വെച്ച് കഴിഞ്ഞാൽ കല്ലിട്ടത് മുതൽ ഏതാണ്ട് പാലുകാച്ചിൻ്റെ തൊട്ട് പിറ്റേ ദിവസം വരെയും അവരത് നമ്മുടെ കൂടെ ഓരോ ദിവസവും കൂടെ തന്നെ നിന്നാണ് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് തന്നത്. പിന്നെ നമ്മൾ ഓരോ മെറ്റീരിയലും പർച്ചേസ് ചെയ്തേക്കുന്നത് HCIC നിന്നാണ്. ഓരോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിനകത്തിലെ ഇഷ്ടിക, സിമെൻറ്റ് ഇല്ല, ഇഷ്ടിക, എംസാൻഡ്, പീസാൻഡ് ഇതൊഴികെ ബാക്കി കംപ്ലീറ്റ് മെറ്റീരിയലും HCIC നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പേരെടുത്ത് ഓരോ സെക്ഷനെ പറ്റിയിട്ടും പറയാൻ പറ്റത്തില്ല, കാരണം ഒരു നീണ്ട ഒരു നിര ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം ഹാർഡ്വെയർ ആയാലും, പെയിൻ്റ് ആയാലും, സ്റ്റീലായാലും, SS ആയാലും, ഇലക്ട്രിക്കൽ ആയാലും, പ്ലംബിംഗ് ആയാലും ഓരോ സെക്ഷനിലെ ഓരോരുത്തരോടും വ്യക്തിപരമായ പേരിൽ നന്ദി പറയുകയാണ്. അതുപോലെ RBയോടും RKയോടും അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും മനോഹരമായിട്ടാണ് അവർ നമുക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്ത് തന്നത്. അതുപോലെ ടൈലൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് സിമെൻറ്റ് ഫിനിഷ് വേണം എന്നുള്ളത് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഈ ഒരു സിമെൻറ്റ് ഫിനിഷിലുള്ള ഒരു ടൈൽ എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളും നോക്കിയും കണ്ടും അങ്ങനെ വളരെ ഇതായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അത് അവിടുത്തെ ഓരോ സ്റ്റാഫുകളും വളരെ നല്ല സഹകരണത്തോടു കൂടിയാണ് നമ്മുടെയൊക്കെ അന്ന് മുതൽ ഇന്നോളം നിൽക്കുന്നത്. അതിന് പ്രത്യേക HCICനോടും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞു തന്നതിന് അജിത് സാറിനോടും അതുപോലെ തന്നെ രഘുനാഥ് സാറിനോടും നന്ദി പറയുന്നു. മാത്രമല്ല നല്ലൊരു റിവ്യൂ തന്നതിന് ഹൗസ് ഓണർ അജിത് സാറിനും അതുപോലെ രാജലക്ഷ്മി മാഡത്തിനും നന്ദി പറയുന്നു. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും